ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാം വാളരിപ്പയർ കൊണ്ട് ഒന്നെങ്കിൽ ഒരു തോരൻ വയ്ക്കും, അല്ലെങ്കിൽ നമ്മളൊരു മെഴുക്കോട്ട് വയ്ക്കും അല്ലേ. എന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ട് വാളരിപ്പയർ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തെ നാരുകളും അകത്തെ ഇതെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ മാറ്റി വയ്ക്കും. അതിന് ശേഷം തവയ്ക്കകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ചതിന് ശേഷം സവോള, ഇച്ചിരി കറിവേപ്പില, ഒരു 2 വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്തൊന്ന് ഇളക്കുവേ. ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിക്ക ഇട്ട് കൊടുക്കുവേ. അതും ഒന്ന് ഇളക്കി കഴിഞ്ഞ് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, എന്നിട്ട് അവസാനം ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാളരിപ്പയർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. നല്ലതുപോലെ വേകണം കേട്ടോ. എളുപ്പം വേകും, കാരണം ഒത്തിരി വെള്ളം അതുകൊണ്ട് ഒഴിക്കേണ്ട, സ്വല്പം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ ഇച്ചിരി വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് തേങ്ങ അത് ഒത്തിരി എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനെ വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ വറുത്തെടുക്കണം. അവസാനം അതിലേക്ക് നമ്മൾ ഇതൂടെ ചേർത്ത് കൊടുക്കണം. വെന്ത് കഴിയുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി അങ്ങ് വാങ്ങി വെക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി കറിവേപ്പില ഇട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.